കേരള BJP-യിൽ രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റെടുത്തതിന് ശേഷം ഈ വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് ഒരു ഇരട്ടിയെങ്കിലും, കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്നത് 3000-ലധികമാണ്, അതിനേക്കാൾ ഒരു ഇരട്ടിയെങ്കിലും ഉള്ള ജനപ്രതിനിധികളെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ പരിശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ BJP-യിൽ രൂക്ഷമായിട്ടുള്ള മറ്റൊരു പോരിന് തുടക്കമിടുകയാണ്. നേരത്തെ BJP-യിൽ ഉണ്ടായിരുന്നത് കൃഷ്ണദാസ് പക്ഷവും അതുപോലെ വി മുരളീധര പക്ഷവും എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടുവന്ന ആളുകൾ തമ്മിലുള്ളൊരു പക്ഷമാണെങ്കിൽ ഇപ്പോൾ ആ പക്ഷം മാറിക്കൊണ്ട് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പക്ഷവും കൂടാതെ രാജീവ് ചന്ദ്രശേഖർ പക്ഷവും എന്ന് പറയുന്ന രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് പക്ഷത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ വി മുരളീധര പക്ഷം സുരേഷ് ഗോപിയോടൊപ്പം ചേർന്നുകൊണ്ടും കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയോടൊപ്പം ചേർന്നുകൊണ്ടും യഥാർത്ഥത്തിൽ പി കൃഷ്ണദാസിൻ്റെ പേരിലുള്ള പക്ഷം, കെ കൃഷ്ണദാസിൻ്റെ പേരിലുള്ള പക്ഷം, അതായത് MT രമേശ് അടക്കമുള്ള ആളുകൾ ഈ രാജീവ് ചന്ദ്രശേഖറിനൊപ്പവും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന പുതുമയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിലേക്ക് നയിച്ചിട്ടുള്ള രണ്ട് കാരണങ്ങൾ അല്ലെങ്കിൽ രണ്ട് പ്രശ്നങ്ങൾ അവർ രണ്ടുപേരും ഉയർത്തി കാണിക്കുന്നത്, ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് സുരേഷ് ഗോപി ഈ കലുങ്ക് സംവാദം എന്ന് പറയുന്ന പരിപാടികൾ നടത്തിയത്. പക്ഷേ കലുങ്ക് സംവാദങ്ങൾ നടത്തിയ സുരേഷ് ഗോപി ദാരുണമായി പരാജയപ്പെട്ടു. അദ്ദേഹം കലുങ്കിലെ കലിപ്പൻ എന്നുള്ള നിലക്ക് വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ട്രോളിലൊക്കെ വിധേയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരാളോടും മറ്റൊരു ഈ പറയുന്ന പോലെ ഒരു മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീയോടുമൊക്കെ തന്നെ വളരെ മോശമായി പെരുമാറുന്നത് നമ്മൾ കണ്ടു. കൊച്ചുവേലായുധൻ്റെ കയ്യിൽ നിന്ന് നിവേദനം വാങ്ങിച്ചില്ല, പിന്നീട് അദ്ദേഹം അതൊരു കൈപ്പിഴയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മധ്യവയസ്കയായ സ്ത്രീയോട് കരുവന്നൂർ ബാങ്കിലെ പണം തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ എങ്കിൽ എൻ്റെ നെഞ്ചത്തേക്ക് കയറിക്കോ എന്നൊക്കെ പറയുന്ന ദൃശ്യവും നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം തന്നെ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ BJP-യെ വലിയ തോതിൽ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതിൽ സുരേഷ് ഗോപി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടെങ്കിൽ, സുരേഷ് ഗോപിയുടെ പക്ഷത്തേക്ക് ഇപ്പോൾ ഏതാണ്ട് താൽക്കാലികമായി ചാർന്ന് നിൽക്കുന്ന വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. കെ സുരേന്ദ്രനാണെങ്കിലും ഈ പറയുന്ന പോലെ വി മുരളീധരനാണെങ്കിലും ഒക്കെ തന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ അടിക്കാൻ ഒരു വടി എന്നുള്ളതൊക്കെ സുരേഷ് ഗോപി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവർ ഉയർത്തുന്ന വലിയൊരു വാദമെന്ന് പറയുന്നത് MT രമേശും അതുപോലെ രാജീവ് ചന്ദ്രശേഖരനുമൊക്കെ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണെന്നും അത് യഥാർത്ഥത്തിൽ NSSൻ്റെയും SNDP-യുടെയും ഒക്കെ ഒരു പിന്തുണ ഉണ്ടോ ഇല്ല എന്ന് അറിയുന്നതിന് മുമ്പ് ചാടിക്കേറിയെടുത്തൊരു നിലപാടായി പോയെന്നും ആ നിലപാട് കൊണ്ടിട്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഈഴവ കമ്മ്യൂണിറ്റിയിൽ BJP-ക്ക് അനുകൂലമായിട്ടുണ്ടായ സ്പ്ലിറ്റിനെ ഇവർ തകർത്ത് കളയുകയാണ് ചെയ്തതെന്നും അങ്ങനെ തകർത്ത് കളയുന്നത് കൊണ്ട് തന്നെ ഈ വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും തന്നെ BJP-ക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നും 2026 വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇത് BJP-ക്ക് വലിയ തിരിച്ചടിയാകുമെന്നും രാജീവ് ചന്ദ്രശേഖരൻ ഏതാണ്ട് ഒരു കമ്പനിയുടെ CEO എന്നുള്ള നിലക്ക് ജില്ലാ പ്രസിഡന്റുമാരെ കൊണ്ട് വളരെ ഗംഭീരമായി ഏതാണ്ട് പണിയെടുപ്പിക്കുന്നുവെന്നും, പക്ഷേ അവരൊന്നും ആത്മാർത്ഥമായി പണിയെടുക്കാത്തതുകൊണ്ട് ഒരു തരത്തിലുള്ള റിസൾട്ട് വരില്ല എന്നുമുള്ള വലിയ തോതിലുള്ള ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ ഇത് തുടക്കമിട്ടേക്കുന്നത്. സാധാരണ BJP-യിൽ ഉണ്ടായിട്ടുള്ളത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് അദ്ദേഹം കുറച്ച് നാളായുള്ളൂ BJP-യിലേക്ക് വന്നിട്ട്, അദ്ദേഹത്തിന് ഒരു പ്രത്യേക അസൈൻമെൻറ്റ് കൊടുത്തയച്ചേക്കാണ് 2026 നിയമസഭയിലേക്ക് ഏറ്റവും കുറഞ്ഞത് 10 MLA-മാരെ, ഏറ്റവും കുറഞ്ഞത് 5 MLA-മാരെങ്കിലും ജയിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനവും എടുത്താണ് അദ്ദേഹത്തെ വിട്ടിരിക്കുന്നത്. ഇവരുടെ വോട്ട് പെർസെൻറ്റേജ് 20-ൽ നിന്നും 19.7-ൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 24-25% ഉയർത്തണമെന്നും അങ്ങനെ നിയമസഭയിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളെടുക്കാൻ കഴിയുന്ന അത്രയും MLA-മാരെങ്കിലും വേണമെന്നും, അങ്ങനെ ഉണ്ടെങ്കിൽ 2031 ഒരു വലിയ മെജോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നും, ഒരുപക്ഷെ വേണമെങ്കിൽ ഭരണം പോലും പിടിക്കാൻ കഴിയുമെന്നും, അങ്ങനെ ഭരണം പിടിക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലില്ലാതിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയൊക്കെ അടർത്തി മാറ്റി എടുത്തുകൊണ്ട് ഭരണം പിടിക്കാൻ കഴിയുന്ന, കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞുള്ള സംഘടനാ ബലത്തെ തന്നെ ഇപ്പുറത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന വലിയ നേതാക്കന്മാരെ തന്നെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള RSSൻ്റെയും BJP-യുടെയും ഒക്കെ ഒരു സ്ട്രാറ്റജികൾക്കാണ് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ തിരിച്ചടി ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ ഈ BJP എന്ന് പറയുന്ന ഒരു നേതാവ്, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നേതാവിനെ BJP-യുടെ നേതാവായി ഉയർത്തിക്കാണിക്കുന്നത് പോലും BJP-ക്ക് അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നുമാണ് സുരേഷ് ഗോപിക്കെതിരെ അവർ പറയുന്നതെങ്കിൽ, ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ള മറ്റു പല പരിപാടികളിലും വളരെ അമ്മച്ചോടായിട്ടുള്ള അപക്വമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടുകൾ BJP-ക്ക് അടുത്തവണ തിരിച്ചടിയാകും എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഗ്രൂപ്പുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ
അസംതൃപ്തരായിട്ടുള്ള 30ഓളം വരുന്ന ജില്ലാ പ്രസിഡന്റുമാർ കൂടി ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കാരണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവരുമായി നേരിട്ട് സംവദിക്കുന്നില്ല എന്നുള്ളതും, ഇതിൻ്റെ ഇടയിൽ ചില ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ, അതായത് അനൂപിനെ പോലെയുള്ള അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലെയുള്ള ഏതാണ്ട് പുത്തൻകൂറ്റുകാരായിട്ടുള്ള ആളുകൾ ഇത്തരം സംഘടനാ രംഗത്തേക്ക് എത്തിയിരിക്കുന്നുവെന്നും, അനൂപ് കുറച്ചുകൂടി ഡൽഹിയിലൊക്കെ പരിചയമുള്ളതാണ്, പക്ഷേ എങ്കിലും അത്തരത്തിലുള്ള ആളുകൾ എത്തിയിരിക്കുന്നതെന്നും അവരാണ് ഞങ്ങളെ ഭരിക്കാൻ തീരുമാനിക്കുന്നതെന്നും കുറച്ചുകൂടി ഈ പറയുന്ന പോലെ നേരിട്ടുള്ള ഒരു ഇടപെടലുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖർ മാറണമെന്നുമുള്ള ആവശ്യങ്ങളുമായി ബി ജെ പിയിൽ കളം പിടിക്കുകയാണ് ജില്ലാ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകൾ പോലും. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു മെക്കാനിക്കലി പണിയെടുക്കുന്നതിനും അപ്പുറത്തേക്ക് ഇതെത്രത്തോളം റിസൾട്ട് കൊണ്ടുവരും എന്ന് പറയുന്ന വലിയ ആശങ്കകളും ചിന്തകളുമാണ് ഈ നേതാക്കന്മാർക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ വലിയ തിരിച്ചടിയെ മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്നിപ്പോൾ ബി ജെ പി പോലും യഥാർത്ഥത്തിൽ ഒരു ഡിഫൻസീവ് സ്റ്റേജിലായിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ. കാരണം നമുക്കറിയുന്നത് പോലെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് അടക്കം ആളുകളെ ഒന്നും അയച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം പോലും ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇത് എതിർത്താൽ NSSും SNDPയും പോലെയുള്ള സംഘടനകൾ തങ്ങൾക്കെതിരാകുമെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് ബാങ്കുകൾ പോകുമെന്നും കൃത്യമായി ഈ ബി ജെ പിയിലെ നിരവധി ആളുകൾ ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്നതിൽ ബി ജെ പിക്ക് ഇവിടെ നേട്ടമുണ്ടായാൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന 2 പേരുണ്ട്. ആ 2 പേർ, ഒന്ന് രാജീവ് ചന്ദ്രശേഖരും രണ്ടാമത്തേത് സുരേഷ് ഗോപിയുമാണ്. ഈ 2 പേരും നേട്ടമുണ്ടായില്ലെങ്കിൽ സന്തോഷിക്കുന്നൊരു വിഭാഗം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ആയിരിക്കും. അവർ നിയമിച്ചിട്ടുള്ളവരാണ് 30ഓളം വരുന്ന ജില്ലാ പ്രസിഡന്റുമാരിൽ ഏതാണ്ട് 26 പേരും എന്നുള്ളത് കൂടി നിങ്ങൾ മറന്നു പോകരുത്. ഇത്തരത്തിൽ സംഘടനാപരമായി വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ് രാജീവ് ചന്ദ്രശേഖരനും കേരളത്തിലെ ബി ജെ പിയും.